പോകാൻ പോണത് എങ്ങോട്ടാ? മാള ഫാഷൻ. അതെന്താ സാധനം? അത് ഇവിടുത്തെ ഏറ്റവും വലിയ മാൾ. അതെ, ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ മാൾ. ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ മാളിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. കമോൺ. നമ്മളിപ്പോൾ വന്നത് അപ്പോഴേ കണ്ടതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറെ നടക്കാനുണ്ട്, പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴായിരിക്കും നമുക്ക് 8-ന്റെ പണി കിട്ടാൻ പോകുന്നത്. ബിക്കോസ് തിരിച്ചു പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടാനൊക്കെ കഷ്ടമായിരിക്കും. 10 മണിക്ക് ശേഷം ഭയങ്കര കഷ്ടമാണ്. ഇപ്പം എത്ര മണിയായി? ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ടാവും. അല്ല കേട്ടോ, ഇത് മാളിൻ്റെ പുറത്തുള്ള സംഗതികളാണ്. പക്ഷെ ഇവിടെ മൊത്തം കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടാവും. നമ്മൾ കയറിയിട്ടില്ല കറക്റ്റായിട്ട്. കണ്ടോ, ഇവരെ കണ്ടോ? കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മളിത് കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഓ, കാണിക്കാൻ പാടില്ല. നമ്മൾ മാളിലേക്ക് കയറുക. മറ്റേ വഴി കിടക്കും. ഇറും കാണിച്ചു കൊടുക്കാമല്ലോ. എൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ 1 മണിക്കൂറുണ്ടാവും. ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാം. 2 മണിക്കൂർ 3 മണിക്കൂർ വരെ നമുക്ക് എടുക്കാം. മറ്റേ വഴി ഏതാ? ഓക്കെ, കം ഓൺ ഗൈസ്. ഹാപ്പി പ്ലേസ്. ഫിലിപ്പീൻസ് അല്ല, ചുമ്മാ ഓരോ എഴുതിയിട്ടിരിക്കുക. വലിയ ഹാപ്പി പ്ലേസ് ഒന്നും ഇല്ല അവിടെ. ഭയങ്കര ബോറാണ്. ഇവിടെ 2-3 കണക്ഷൻസ് ഉണ്ട് ഈ മാളിന്. കുറേ എൻട്രൻസുകളും ഉണ്ട്. നമ്മൾ ഏത് വഴി പോകണമെന്ന് ഇപ്പം അറിയാണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ വഴിയല്ല പോകേണ്ടത്. ഇതുവഴി പോയാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും കേട്ടോ. ഇതുപോലെ കുറേ കറങ്ങണ്ടൊക്കെ വരും. എത്ര തവണ കണ്ടാലും ഒന്നും മനസ്സിലാവാത്ത മാളാണ് ഇതെനിക്ക്. വാഷ്റൂമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ പോകും. എൻ്റെ ഇത് ലിഫ്റ്റിലേക്കുള്ള SM സ്റ്റോറാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഫിലിപ്പീൻസിലെ മെയിൻ സാധനമാണ് ഇത്. എല്ലാം അവിടെ ഇതുണ്ടാവും. എല്ലാ മാളിലും ഉണ്ടാവും ഈ സ്റ്റോറ്. അവിടെ ആകുമ്പം നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ തന്നെ അതിനായിട്ട് എന്താ പറയാൻ പറ്റുക? നമ്മുടെ ലുലു മാളോ? ശരി, ലുലു മാളെന്ന് വെക്കാം. പക്ഷെ അത് എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല വ്യൂ ഒക്കെ താഴത്തേക്ക് നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണേ. കണ്ടോ, ഓ ഇവിടെ ചെക്കിങ് ഉണ്ട്. ചെക്കിങ് ഒന്നും ഇല്ലേ? ഞാൻ മൂഞ്ചി കൈസ്, വെറുതെ ബാഗ് തുറന്നു. ഇപ്പം വൈകുന്നേരം സമയമായിട്ട് എല്ലാവരും ഇവിടെ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ബാത്തിങ് സോപ്പല്ല, ബാത്റപ്പിലിടുന്ന സോപ്പായിട്ട് അത് വരില്ല സാധനമാണിത്. നല്ല റേറ്റ് ഇല്ല. നമുക്ക് പിന്നെ ബാത്റപ്പില്ലാതൊന്നും ഫീൽസിൻ്റെ കാര്യമില്ല. കുറേ ഫ്ലേവേർഡുണ്ട്. നമ്മളിനി ഒരു സർപ്രൈസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഹമോ, നമ്മുടെ നാട്ടിലത്തെ മാളിലൊന്നും ഇത് കാണില്ല. ഇത് സ്പെഷ്യലായിട്ട് ഇവിടെ മാത്രം കാണുന്നൊരു പരിപാടി. കൂടുതൽ പിടിച്ച വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. രസയില്ലേ? അപ്പുറത്ത് കായൽ.
കറക്റ്റായിട്ട് കയറിയ ഒരു സംഗതി ഇതായിരുന്നു, ജൈൻ വീലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് മോശമായിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്ര സ്ലോ ആണത് പോയിക്കൊണ്ടിരിക്കണേ. ഒരു കാര്യം അതിരുന്ന് ഉറങ്ങാം നമുക്ക് വേണമെങ്കിൽ. ഇവിടെ മൊത്തം ഓരോ കടകളാണ്. ക്യാഷ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെയാണ് ഇന്ത്യൻ ഫുഡ് കിട്ടുക. നല്ല ഇന്ത്യൻ ഫുഡാണ്. മോദിയൊക്കെ വന്ന് കഴിച്ച കടയാണ് റിച്ച്. അല്ലേ, അവിടെ ദൂരെ കണ്ടു. ഇതിനകത്തൊക്കെ കയറിയുള്ളൂ, അടിപൊളിയാണ്. നമ്മുടെ വണ്ടർലയിലൊക്കെ ഉള്ള പോലെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മാളിലൊന്നും ഇത് ഞാൻ കണ്ടിട്ടില്ല. ഫോറിലൊക്കെ ഉണ്ടാവും. കണ്ടോ കായൽ, നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സെറ്റപ്പാണ്. സെറ്റ് കാണാനാണ് ഇവിടെ അടിപൊളി. ഇവിടെ വെളിച്ചില്ല, അതുകൊണ്ട് എനിക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ടോ, അതൊക്കെ ബോട്ടാണ് അവിടെയൊക്കെ ഉള്ളത്. പിന്നെ സൺസെറ്റ് ടൈമാണ് അടിപൊളിയായിട്ടുണ്ടാവുക. ഞാനെടുത്ത ഫൗണ്ടൈൻ കണ്ടോ. ഹായ് പറയും. വേണ്ട ഞാനിപ്പോൾ എന്താ കണ്ടേക്കണേ നോക്കൂ. പെട്ടില്ല കൊണ്ടു ഇനിയിപ്പം നേരെ തിരിച്ചു പോവാണ്.